Hello friends, welcome to Resolute Academy. The Hindu based vocabs la അടുത്ത വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. So without wasting any time, we'll go ahead and start with the video. Please make sure ഇതിനു മുന്നേ ഉള്ള വീഡിയോസും കാണുക, make daily practice ചെയ്യുക so that you become well versed with the vocabs. Okay? So let's go ahead and start with the first word. ഇന്നത്തെ ആദ്യത്തെ വേർഡ് എന്ന് പറയുന്നത് സാക്രോസാങ്ക്ട്. സാക്രോസാങ്ക്ട് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, നമ്മളൊരു കാര്യം വളരെ സേക്രഡ് അല്ലെങ്കിൽ പുണ്യമാണെന്ന് കൺസിഡർ ചെയ്യാണ്, എന്നിട്ട് അതിനെ നമ്മൾ ക്രിട്ടിസൈസ് ചെയ്യാനും പാടില്ല, അതിലൊരു ഇൻ്റർഫിയറൻസും ചെയ്യാൻ പാടില്ല എന്ന് ചിന്തിക്കുന്ന ഒരു സംഭവത്തെയാണ് സാക്രോസാങ്ക്ട് എന്ന് പറയുന്നത്. നമ്മൾ പലരും റിലീജിയസ് കാര്യങ്ങൾ ഭയങ്കര സാക്രോസാങ്ക്ട് എന്ന് ചിന്തിക്കും. എന്ന് പറഞ്ഞാൽ റിലീജിയൻ ഭയങ്കര പുണ്യമായ കാര്യമാണ്, അതിലാരും ഒന്നും പറയാൻ പാടില്ല, അതാണ് സാക്രോസാങ്ക്ട് എന്ന് ഉദ്ദേശിക്കുന്നത്, സേക്രഡ്. ഓക്കെ, സോ ഇവിടെ നമ്മൾ ഒരു യൂസേജ് പറയുകയാണെങ്കിൽ ഇൻ ദിസ് ഫാമിലി കൾച്ചർ in their culture, family traditions are considered sacrosanct and must be respected by all. So everyday culture എന്താണ് ഫാമിലി ട്രഡീഷൻസിനെ സാക്രോസാങ്ക്ട് എന്ന് ഭയങ്കര സാക്രഡ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്, എന്നിട്ട് എല്ലാവരും അതിനെ റെസ്പെക്ട് ചെയ്തേ പറ്റൂ. അതിൻ്റെ സിനോണിമാണ് സാക്രഡ്, ഇൻവയലബിൾ എന്ന് പറഞ്ഞാൽ ആരും അതിനെ ലംഘിക്കാൻ പാടില്ല, ത്യജിക്കാൻ പാടില്ല, അതാണ് ഉദ്ദേശിക്കുന്നത്. ആൻറ്റോണിയംസ് എന്ന് പറഞ്ഞാൽ പ്രൊഫെയിൻ, ഡിസ്റെസ്പെക്ട്. ഓക്കെ, നേരെ അതിൻ്റെ ഓപ്പോസിറ്റ് വരുന്നതാണ് ഈ പ്രൊഫെയിനും ഡിസ്റെസ്പെക്ട് എന്നുള്ള വാക്ക്. ലെറ്റ്സ് സീ ദ നെക്സ്റ്റ് വേർഡ്, എക്സാസർബേറ്റ്. എക്സാസർബേറ്റ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ ഓൾറെഡി മോശമാണ്, അതിനെ കുറേ കൂടെ വഷളാക്കുന്നതിനാണ് എക്സാസർബേറ്റ് ചെയ്യാന്ന് പറയുന്നത്. ഇഫ് യു ആർ വേഴ്സണിങ് ദ സിറ്റുവേഷൻ ദെൻ വി സേ ദാറ്റ് ഇറ്റ് ഈസ് എക്സാസർബേറ്റിംഗ്. ഓക്കെ, സോ ടു മേക്ക് പ്രോബ്ലം സിറ്റുവേഷൻ ഓർ ഫീലിംഗ് വേഴ്സ് ഓർ ഇൻറ്റൻസ്. ഹിസ് ഹാഷ് വേർഡ്സ് ഓൺലി എക്സാസർബേറ്റഡ് ദ ടെൻഷൻസ് ബിറ്റ്വീൻ ദം. സോ രണ്ടുപേർക്കിടയിൽ ഓൾറെഡി പ്രശ്നങ്ങളുണ്ട്, അതിനിടയ്ക്ക് ഇയാളുടെ ഹാഷ് വേർഡ്സ് അത് കുറേ കൂടെ പ്രശ്നം വഷളാക്കി, അതാണ് എക്സാസർബേറ്റ് ചെയ്യാന്ന് പറയുന്നത്. സിനോണിംസ് എന്ന് പറഞ്ഞാൽ വേഴ്സൺ ചെയ്യുക, അഗ്രവേറ്റ് ചെയ്യുക, കാര്യങ്ങൾ കുറേ കൂടെ പേഴ്സണാക്കുക. എലിവേറ്റ് ചെയ്യുക, സൂത് ചെയ്യുക. എലിവേറ്റ് ചെയ്യുക, സൂത് ചെയ്യുക എന്ന് പറഞ്ഞാൽ, എലിവേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ആ പ്രശ്നത്തെ സോൾവ് ചെയ്യുക അല്ലെങ്കിൽ കുറയ്ക്കാൻ നോക്കുക, അതാണ് എലിവേറ്റ് ചെയ്യുക. സൂതൻ ചെയ്യുക എന്ന് പറഞ്ഞാലും അതിൻ്റെ സോഫ്റ്റൻ ചെയ്യുക, അല്ലെങ്കിൽ ആ പ്രശ്നത്തെ കുറച്ചുകൂടെ മൈൽഡ് ആക്കുക. ദാറ്റ് ഈസ് വാട്ട് ഇറ്റ് മീൻസ്. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ പെർപെർട്ടേഡ്. പെർപെർട്ടേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനറലി നമ്മൾ ഏതെങ്കിലും ഒരു കാര്യം സത്യമാണെന്ന് വാദിക്കുകയാണ്, പക്ഷേ അതിന് പ്രോപ്പർ തെളിവൊന്നും ഇല്ല. ചുമ്മാ നമ്മളിപ്പോൾ മീഡിയയിലൊക്കെ പലരും, ഇപ്പം നമ്മളന്ന് ഇന്ത്യ പാകിസ്ഥാൻ വാറിൻ്റെ ഇടയ്ക്ക് തന്നെ ലാഹോറിൽ നമ്മൾ കൊണ്ട് ബോംബ് ഇട്ടു, അല്ലെങ്കിൽ ലാഹോറിൽ നമ്മളെ സോൾജേഴ്സ് പോയി എന്നൊക്കെ പറഞ്ഞ് ക്ലെയിം ചെയ്യുന്നില്ലേ, അലജ് ചെയ്യുന്നില്ലേ, അതിനെയാണ് പെർപെർട്ടേഡ് എന്ന് പറഞ്ഞത്. പ്രൂഫൊന്നും ഇല്ല, വെറുതെ വാചകം അടിക്കുന്നത്, അതാണ് പെർപെർട്ടേഡ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് അലജിങ് സംതിങ് ടു ബി ട്രൂ ഈവൻ ദോ ദേ ഡു നോട്ട് ഹാവ് എനി പ്രൂഫ് അബൌട്ട് ഇറ്റ്. സോ ദ പെർപെർട്ടേഡ് ബെനിഫിറ്റ്സ് ഓഫ് ന്യൂ ഡ്രഗ് ഹാവ് നോട്ട് യെറ്റ് ബീൻ സയൻറ്റിഫിക്കലി പ്രൂവൻ. നമുക്ക് പതാഞ്ജലിയുടെ കാര്യം അറിയാലോ. പതാഞ്ജലി പണ്ട് ഇതേപോലെ കൊറോണ സമയത്ത് അവർ എല്ലാം ട്രീറ്റ് ചെയ്യുന്ന സംഭവം എന്ന് പറഞ്ഞാൽ അവരെ പെർപെർട്ടഡ്ലി അവരെന്താണ് ക്ലെയിം ചെയ്തത്? അവർ ക്ലെയിം ചെയ്തതെന്ന് പറഞ്ഞാൽ അവരെ മെഡിസിൻ കഴിച്ചാൽ മതി, എല്ലാം അങ്ങോട്ട് ക്ലിയർ ആവുന്നു, പക്ഷേ സയൻറ്റിഫിക് തെളിവില്ലായിരുന്നു, പ്രൂഫ് ഇല്ലായിരുന്നു. അതിനാണ് പെർപെർട്ടഡ് ക്ലെയിംസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ അലൈജ്ഡ് അല്ലെങ്കിൽ സപ്പോസ്ഡ്. സിനോണിം നേരെ പ്രൂവ് ചെയ്തിട്ട് ചെയ്യുന്നതിനാണ് സിനോണിം എന്ന് പറയുന്നത്, പ്രൂവൻ ഓർ കൺഫേംഡ്. ലെറ്റ്സ് സീ ദ നെക്സ്റ്റ് വേർഡ്. അടുത്ത വേർഡ് എന്ന് പറയുന്നത് ഫാൻഡ്. ഫാൻഡ് എന്ന് പറഞ്ഞാൽ ഐ ഗിവ് എൻ എക്സാമ്പിൾ. നമ്മൾ റൂമിലൊരു ഫാൻ ഉണ്ടെങ്കിൽ അതെന്താണ് ചെയ്യണത്? കാറ്റിനെ സ്പ്രെഡ് ചെയ്യും. അതുപോലെ തന്നെ നമുക്ക് ഒരു മെറ്റഫോറിക്കൽ സെൻസിൽ പറയുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യത്തിനെ സ്പ്രെഡ് ഔട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ ഫാൻഡ് ഔട്ട് എന്ന് പറയും. ഒരു ഇഷ്യൂനെ സ്പ്രെഡ് ഔട്ട് ചെയ്യുകയാണെങ്കിലോ അല്ലെങ്കിൽ ഒരു സംഭവത്തെ സ്പ്രെഡ് ഔട്ട് ചെയ്യുകയാണെങ്കിലോ, ഇപ്പോൾ തീ സ്പ്രെഡ് ഔട്ട് ആയി കഴിഞ്ഞാൽ ദ ഫ്ലെയിംസ് ഹാവ് ഫാൻഡ് ഔട്ട് എന്ന് പറയും. ദാറ്റ് ഈസ് വാട്ട് വി മീൻ ബൈ ഫാൻഡ്. ഓക്കെ, ദാറ്റ് മീൻസ് ടു സ്പ്രെഡ് ഓർ ഇൻറ്റൻസിഫൈ സംതിങ്. ഇസ് ദാറ്റ് ക്ലിയർ? സോ ഹിസ് പ്രൊവോക്കേറ്റീവ് സ്പീച്ച് ഫാൻഡ് ദ ഫ്ലെയിംസ് ഓഫ് പ്രൊട്ടസ്റ്റ് അമോങ് ക്രൗഡ്. സോ അവൻ്റെ പ്രൊവോക്കേറ്റീവ് സ്പീച്ച് എന്ത് ചെയ്തു? ആൾക്കാർക്കിടയിലുള്ള ഈ പ്രൊട്ടസ്റ്റിൻ്റെ തീ ഉണ്ടല്ലോ, അത് കുറേ കൂടെ സ്പ്രെഡ് ഔട്ട് ചെയ്തു, വളർത്തി. ദാറ്റ് ഈസ് വാട്ട് വി മീൻ ബൈ ഫാൻഡ് ഹിയർ. സോ ഇൻറ്റൻസിഫൈ ചെയ്യുക, സ്റ്റെർ ചെയ്യുക. സ്റ്റെർ അപ്പ് എന്ന് പറഞ്ഞാൽ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കി അല്ലെങ്കിൽ പൊക്കി പ്രശ്നം ഉണ്ടാക്കുന്നില്ല, വീണ്ടും സ്റ്റെർ നമ്മൾ വെള്ളത്തിന് ഇതാക്കുന്നില്ല, അതാണ് സ്റ്റേർഡ് എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ നാരങ്ങളോ കലക്കുമ്പോഴേ അതാണ് സ്റ്റേർഡ് എന്ന് പറഞ്ഞാൽ. ഇത് തന്നെ ഒരു പ്രശ്നം ഉണ്ടാക്കി കലക്കുന്നതിനാണ് സ്റ്റേർഡ് എന്ന് പറയുന്നത്. കാംഡ്, സപ്രസ്ഡ്. സപ്രസ് ചെയ്യുക, കാം ഡൗൺ ചെയ്യുകയാണ് അതിൻ്റെ ആൻറ്റോണിം എന്ന് പറയുന്നത്. നെക്സ്റ്റ് വേർഡ് എന്ന് പറഞ്ഞാൽ ഫോയിൽഡ്. ഫോയിൽഡ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, ഇപ്പോൾ ഏതെങ്കിലും ഒരു മിഷനോ അല്ലെങ്കിൽ ഒരു പ്ലാനിനെ നമ്മൾ ഫെയിൽ ആക്കി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആ പ്ലാനിനെ നമ്മൾ തകർക്കുകയാണെങ്കിൽ അതിനാണ് ഫോയിൽഡ് എന്ന് പറയുന്നത്. സേ ഫോർ എക്സാമ്പിൾ, ടെററിസ്റ്റ് ഇന്ത്യയിൽ നുഴഞ്ഞു കയറാൻ നോക്കി, ആർമി സോൾജേഴ്സ് അവരെ കൊന്നു. സോ നമുക്കെന്ത് പറയാം? ദ സോൾജേഴ്സ് ഫോയിൽഡ് ദ പ്ലാൻ ഓഫ് ദ ടെററിസ്റ്റ് ടു ഗെറ്റ് ഇൻ ടു ദ ഇന്ത്യൻ ടെറിട്ടറി. സോ അവരെ പ്ലാനിനെ ഫെയിലാക്കി, തകർത്തു. ഓക്കെ, സോ ദ പോലീസ് ഫോയിൽഡ് ദ റോബറി ബൈ അറൈവിങ് ജസ്റ്റ് ഇൻ ടൈം. സോ പലപ്പോഴും സംഭവിക്കാത്ത കാര്യമാണ്, എന്നാലും സമയത്തെത്തി പോലീസ് എന്ത് ചെയ്തു? റോബറിയുടെ പ്ലാനിനെ ഫോയിൽ ചെയ്തു, തടഞ്ഞു, തകർത്തു. ത്വാർട്ടഡ്, തടസ്സപ്പെടുത്തുക. ഹിൻഡേർഡ്, തടസ്സപ്പെടുത്തുക. സിനോണിം എന്ന് പറഞ്ഞാൽ എയ്ഡഡ്, സപ്പോർട്ട് ചെയ്യുക, അത് വർക്കൗട്ട് ആക്കി എടുക്കുക. ഫെസിലിറ്റേറ്റഡും അതേ അർത്ഥം തന്നെയാണ്. സിനോണിം അല്ല, ആൻറ്റോണിം, മൈ മിസ്റ്റേക്ക്. ഓക്കെ, സോ ഇന്നത്തെ വേർഡ് എല്ലാം ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. വേർഡ്സ് മനസ്സിലായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ യൂസേജ് നിങ്ങൾ റിയൽ ലൈഫിൽ ചെയ്ത് കമൻറ്റ് സെക്ഷനിൽ ഞാൻ ഇടാൻ പറഞ്ഞിട്ടുണ്ട്. ഇതുവരെ ആരും ചെയ്തിട്ടില്ല. ഐ ഹോപ്പ്
സം ഡേ യു വിൽ റിയലൈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ദിസ് വേർഡ്സ്. ഇത് ദ ഹിന്ദു ന്യൂസ് പേപ്പറിൽ നിന്ന് എടുക്കുന്നതാണ്. ഇന്നത്തെ ന്യൂസ് പേപ്പർ തന്നെ ആയിരിക്കണമെന്നില്ല, കഴിഞ്ഞ ഒരാഴ്ചത്തെ ന്യൂസ് പേപ്പറിൽ നിന്ന് ഞാനത് എടുത്തിട്ട് അതിൽ ഇമ്പോർട്ടൻറ്റ് വേർഡ്സിൻ്റെ വൊക്കാബ്സാണ് ഉണ്ടാക്കുന്നത്. ഓക്കെ, സോ എനിവേസ് പ്ലീസ് മേക്ക് ഷുവർ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് ചാനൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. താങ്ക് യു ഓൾ ഓഫ് യു. ഹാവ് എ ഗ്രേറ്റ് ഡേ. ബൈ.